കുറച്ചും കൂടി റസൂൽ മുൻപോട്ട് നടക്കും. മിഥുലദ്ദം, ഒരു രക്തത്തിന്റെ പുഴ. അൽമാർ, അതിലുള്ള വെള്ളം, അദ്ദം രക്തമാ, ചുടുചോര. ആ ചുടുചോരന്റെ ഒരു പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയിലിരുന്ന ആ പുഴയിലേക്ക് നോക്കുമ്പോ വറജുലുൻ സാബിഖുൻ യസ്ബഹു, ഒരു എല്ലുന്തിയ ക്ഷീണിച്ചൊരു മനുഷ്യൻ ആ പുഴയിലൂടെ അങ്ങനെ നീന്തി വരും. റസൂലുള്ളാഹിന്റെ കരയിൽ വരും. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, അൽമാർ, കുറച്ച് വെള്ളം, ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം. ഉടനെ റസൂലുള്ള പറയാ, നിന്റെ അരികിലിരിക്കുന്ന മലക്കുകളിൽ ഒരാൾ അവിടെ കൂട്ടിവെച്ച കരിങ്കല്ലിന്റെ കഷ്ണം കയ്യിലെടുക്കും. അള്ളാന്റെ തിരുദൂതൻ സഹാബത്തിനോട് റസൂൽ പറയുന്നുണ്ട്, സഹാബത്തെ, ഒരാളെ വായിൽ കൊള്ളാവുന്ന അത്ര വലുപ്പല്ല ആ കല്ലിന്. കരിങ്കല്ലിന്റെ 4 ഭാഗവും മൂർച്ചയേറിയ കല്ലാണത്. ഒരു വായുടെ 2 ഇരട്ടി വലുപ്പട്ട ആ കല്ലിന്. വെള്ളത്തിന് വേണ്ടി വാ തുറന്ന് മുഖത്തേക്ക് നോക്കി കരയുന്ന ആ രക്തപ്പുഴയിലൂടെ നീന്തി വന്നവന്റെ വായിലേക്ക് ആ മലക്ക കല്ല് വലിച്ചെറിയും. ഏറിന്റെ ശക്തി കൊണ്ട് വായിലൂടെ തെറിച്ചു പോകുന്ന കല്ല് ഉള്ളിലൂടെ കയറി പിൻദ്വാരത്തിലൂടെ നിലത്തു പോകും. അത്ര ശക്തിയിലേറിയ പ്രാണവേദന കൊണ്ട് അവൻ പെടഞ്ഞ് രക്തത്തിന്റെ പുഴയിലേക്ക് തിരിച്ചു ചാടും. രക്തം കുടിച്ച് വയറ് ചേർത്ത് താഴ്ന്നുപോയി വീണ്ടും പൊന്തി വന്ന് രക്തം കുടിച്ച് ഏറ് കിട്ടി അവൻ അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കും, പറ ജിബ്രീലേ, ആരായിരുന്നു അവൻ? തിരുദൂതൻ മറുപടി കൊടുക്കപ്പെട്ടു, നബിയേ, ഫഇന്നഹു ആഖിലു റിബ, പലിശ തിന്നുന്നോൻ, ഹറാമായ മുതൽ മാത്രം തിന്നുന്നോൻ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമും ഹലാലും വേർതിരിക്കാത്തോൻ. ഓന് പണം കിട്ടിയാൽ മതിയായിരുന്നു റസൂലെ. ആരെ കണ്ണ് നിറച്ചിട്ടാണെങ്കിലും ആരെ രക്തം ചിന്തിയിട്ടാണെങ്കിലും ഓന് പൈസ കിട്ടിയാൽ മതിയായിരുന്നു. ദീപസ്തംഭം ആശ്ചര്യം, ഇരിക്കും കിട്ടണം പണം. ആ പണത്തിന് ആർത്തി പിടിച്ചോടിയാണ് റസൂലെ.